കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ കടുവാ സാന്നിധ്യമെന്ന് സംശയം. വളർത്തുനായയെ വന്യജീവി ആക്രമിച്ചു. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെന്ന് പ്രദേശവാസികൾ പറയുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ മറ്റേത്. സജോ, കടുവ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ടോ? കടുവയാണ് എന്ന് തന്നെ വനം വകുപ്പ് പറയുകയാണോ? ഹഷ്മി, കണ്ണൂരിലെ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിക്കടുത്ത ചതിരൂർ നീലായിലാണ് കടുവയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ പറയുന്നത്. കടുവയുടേതെന്ന് കരുതപ്പെടുന്ന സംശയിക്കുന്ന കാൽപ്പാടും കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വനാതിർത്തി മേഖല കൂടിയാണ്. അവിടെ ചുണ്ടന്തടത്തിൽ ബിനോയ് എന്നയാളുടെ വളർത്തു നായയെയും വന്യജീവി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കടുവയാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ പുതുപ്പറമ്പിൽ തങ്കച്ചൻ എന്നയാളുടെ സമീപത്ത് തന്നെ വീടുള്ള ആളുടെയും വീട്ടിലെയും വളർത്തു നായയെയും വന്യജീവി പിടിച്ചിരുന്നു. കടുവയുടെ ശബ്ദം, അലർച്ചയൊക്കെ രാത്രി ആ മേഖലയിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വനപാലകരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവർ ശബ്ദമുണ്ടാക്കി പടക്കമൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് കടുവയുടെ സാന്നിധ്യം ഈ സംശയിക്കപ്പെടുന്നത് പോലെ ഉണ്ടെങ്കിൽ എത്താതിരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. നാട്ടുകാർ പറയുന്നത് കടുവ തന്നെയാണെന്നാണ്. വനംവകുപ്പ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അതൊരു ജനവാസ മേഖലയാണ്. നീലായി, ചതിരൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വനാതിർത്തി മേഖലയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അതൊരു ജനവാസ മേഖലയാണ്. കാര്യമായും ജനസാന്നിധ്യമുള്ള ജനജീവിതമുള്ളൊരു മേഖലയാണ്. കൃഷിയുണ്ട്, അവരുടെ വളർത്തു മൃഗങ്ങളുണ്ട്. അങ്ങനെ രാത്രി കാലങ്ങളിൽ വലിയ ഭീതിയുണ്ട് എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വനപാലകർ എത്തുകയും വനത്തിനകത്തും പ്രദേശത്തുമൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കാര്യമായ കാൽപ്പാട് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് അവരുടെ ഭാഗമെന്നത് കടുവയുടെ സാന്നിധ്യം തന്നെയാണ്. കാൽപ്പാടും ഒപ്പം കടുവയുടെ അലർച്ചയും മറ്റുമൊക്കെ കേട്ട് അവർക്ക് സ്ഥിരീകരിക്കാനായി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വനം വകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് ആ മേഖലയിൽ. അതുകൊണ്ട് കൂടുതൽ വനപാലകരുടെ സാന്നിധ്യം ഉൾപ്പെടെ ആവശ്യമെങ്കിൽ നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ, കടുവയുടെ കാൽപ്പാടുണ്ടെന്ന് നാട്ടുകാർ പറയുകയാണ്. സ്വാഭാവികമായും നമ്മൾ പഞ്ചാരക്കൊല്ലി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ കാൽപ്പാട് കണ്ടു അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായും വീടിന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വലിയ പേടിയുണ്ടാകും. വനം വകുപ്പ് സന്ദർഭത്തിനനുസരിച്ച് ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.